ഇപ്പോൾ ഗായകൻ രവിശങ്കർ കൂടി ചേരുന്നു. എന്തായാലും മലയാളികൾക്കും തെന്നിന്ത്യയ്ക്കും ഒരുപക്ഷെ ഒരു ലോകത്തിന് തന്നെ ഒരു തീരാ നഷ്ടം എന്ന് തന്നെ പറയാം. എസ് ജാനകിയമ്മയുടെ വിയോഗം ഏത് ഭാഷയും കൈയടക്കാനുള്ള ആ ഒരു കഴിവാണ് ജാനകിയമ്മയെ ഈ എല്ലാവരുടെയും മനസ്സിൽ നിന്ന് മായാതെ നിലനിർത്താനുള്ള കാരണം എന്ന് തന്നെ പറയാം. എന്താണ് ഈ അവസരത്തിൽ പ്രതികരിക്കാനുള്ളത്? നമസ്കാരം. ഞാനൊരു യാത്രയുടെ ഇടയിലാണ്. കേൾക്കാൻ പറ്റുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ യാത്രയുടെ ഇടയിലാണ് ഇത്തരമൊരു ഏറ്റവും ദുഃഖകരമായ വാർത്ത അറിയുന്നത്. നമ്മള് ഒരുപാട് ഏജായി ഒക്കെ വിചാരിക്കുമ്പോഴും അനിവാര്യമാണ് മരണം എന്നൊക്കെ പറയുമ്പോൾ പോലും ഈ ദുഃഖം നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ ഒരു ലഘുവായിട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു വാർത്തയാണ്. കാരണം അഗാധമായി അത്രത്തോളം ജാനകിയമ്മയുടെ പാട്ടുകളെ സ്നേഹിക്കുന്നു. ഒരു പാട്ടില് ഇത്രത്തോളം ഇമോഷൻ എങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്നു എന്നൊക്കെ ഉള്ളത് എപ്പോഴും ചിത്ര ചേച്ചിയും സുജാത ചേച്ചിയും ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അതിനേക്കാളും താഴെ ഉള്ള ഞങ്ങളെപ്പോലുള്ള സംഗീത പ്രേമികളും സംഗീത വിദ്യാർത്ഥികളും ഗായകരും ഒക്കെ തന്നെ അത്ഭുതത്തോടുകൂടി നോക്കി എല്ലാ ദിവസവും സംസാരിക്കുന്ന ഒരു വിഷയമാണ് ജാനകിയമ്മയുടെ പാട്ടുകൾ. ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് കേട്ട് അത്ഭുതം കൂറിയിരിക്കാനുണ്ട്. ഇന്നിപ്പോ ആ ശബ്ദം നമ്മളോടൊപ്പം ഇല്ല എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ കാര്യം.